പേജ് നമ്പർ 97. പെഡോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണിനെ കുറിച്ചുള്ള പഠനത്തിനാണ് നമ്മൾ പെഡോളജി എന്ന് പറയുന്നത്. ഇനി ലോമി സോയിലിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്കിഷ് ബ്രൗൺ ആണ്. ലോമി സോയിലിൻ്റെ കളർ എന്ന് പറയുന്നത് എന്താണ്? ബ്ലാക്കിഷ് ബ്രൗൺ ആണ്. ലോമി സോയിൽ എന്തിന് സൂട്ടബിൾ ആണ്? വീറ്റ്, ഗ്രാം, പാഡിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സോയിലാണ് ലോം സോയിൽ. ആ ലോം സോയിലിൻ്റെ കളർ എന്ന് പറയുന്നത് എന്താണ്? ബ്ലാക്കിഷ് ബ്രൗൺ ആണ്. നെക്സ്റ്റ് ഈസ് ചെർനോസൻ സോയിൽ എന്ന് പറഞ്ഞാൽ ഒറിജിനേറ്റ് അണ്ടർ ദി ടാൽ ഗ്രേസ് പ്രൈസിസ് വെജിറ്റബിൾ എന്ന് വെച്ചാൽ ഉയരം കൂടിയ പുൽക്കൊടികൾക്ക് താഴെ ഉണ്ടാകുന്ന മണ്ണിനെ പറയുന്ന പേരാണ് ചെറോസിൻ സോയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാരൻ റോക്ക് എന്ന് പറയുന്നത് എന്താണ്? പാരൻ റോക്കാണ് സോയിലിന് ഏത് കളർ വേണം അല്ലെങ്കിൽ ഏത് ടെക്സ്ചർ വേണം, കെമിക്കൽ പ്രോപ്പർട്ടീസ്, മിനറൽസ് എന്നതിനെക്കുറിച്ചുള്ള ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? പാരൻ റോക്കേഴ്സ് ആണ്. സോയിലിന് പി എച്ച് കൂട്ടാൻ എന്ത് ആഡ് ചെയ്താൽ മതി? ലൈം സ്റ്റോൺ ആഡ് ചെയ്താൽ മതി. സോയിലിന് പി എച്ച് കൂട്ടാൻ എന്ത് ആഡ് ചെയ്താൽ മതി? ലൈം സ്റ്റോൺ ആഡ് ചെയ്താൽ മതി. ടൊബാക്കോയ്ക്ക് പറ്റിയിട്ടുള്ള സോയിൽ ഏതാണ്? പൊട്ടാഷ്യം റിച്ച് ആയിട്ടുള്ള സോയിലുകളാണ് ടൊബാക്കോയ്ക്ക് പറ്റിയ സോയിലുകൾ എന്ന് പറയുന്നത്. ടൊബാക്കോ കൃഷി ചെയ്യാൻ പറ്റിയ സോയിലാണ് പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള സോയിലുകളാണ്. ഇനി ടെറാ റോസ എന്ന് പറയുന്നത് എന്താണ്? ലറ്റിൻ വേർഡാണ്. എന്ന് വെച്ചാൽ എന്താണ്? റെഡ് ടെറിസൻ എന്ന് പറയുന്ന വേർഡ് ടെറാസ റോസ എന്ന് പറയുന്ന ലറ്റിൻ വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്ത് പറയുന്നതാണ് ലാറ്ററൽ സോയിൽ എന്ന് പറയുന്നത് എന്താണ്? ലീച്ചിങ്ങും ഓക്സിഡേഷൻ കാരണം ഉണ്ടായി വരുന്ന ഒരു സോയിലാണ് ലാറ്ററൽ സോയിൽ എന്ന് പറയുന്നത്. ലീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫയർ മിനറൽസ് ഫ്രം ടോപ്പ് സോയിൽ ടു സബ് സോയിൽ ത്രൂ ഔട്ട് ദി സോയിൽ വാട്ടർ എന്നാണ് പറയുന്നത്. ടോപ്പ് സോയിലിൽ നിന്ന് താഴെയുള്ള സോയിലുകളിലേക്ക് വാട്ടർ വഴി മിനറൽസ് എത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലീച്ചിങ് എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ ഈ ലാറ്ററൽ സോയിലുള്ള ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, റെയിനും കൂടുതലായിരിക്കും. ടെമ്പറേച്ചർ ഹൈ ആൻഡ് റെയിൻഫോൾ ഹൈ ആയിരിക്കും. അയൺ ഓക്സൈഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് ലാറ്ററൽ സോയിൽ എന്ന് പറയുന്നത്. ഈ ലാറ്ററൽ സോയിലാണ് അയൺ ഓക്സൈഡ് കൂടുതലുള്ളത്. ടീക്കും കോട്ടനും പറ്റിയിട്ടുള്ള സോയിലാണ് എന്ത്? ലാറ്ററൽ സോയിൽ എന്ന് പറയുന്നത്. ടീക്കും കോട്ടനും പറ്റിയിട്ടുള്ള സോയിലാണ്. ഇനി ഈ കോട്ടനെ നമ്മൾ പറയുന്ന പേരാണ് ട്രോപ്പിക്കൽ ശ്രബ് എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കലിലെ കുറ്റിച്ചെടികൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? കോഫിയാണ്. ഇനി കോഫി കൾട്ടിവേഷന് നെക്സ്റ്റ് കോട്ടൺ കൾട്ടിവേഷന് സൂട്ടബിൾ ആയിട്ടുള്ളതാണ് ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. കോട്ടൺ കൾട്ടിവേഷന് സൂട്ടബിൾ ആയിട്ടുള്ള സോയിൽ ഏതാണ്? ബ്ലാക്ക് സോയിലാണ്. അതിനെ നമ്മൾ റെഗുലർ സോയിൽ എന്നും പറയും. അതേപോലെ തന്നെ ഈജിപ്തിൽ കണ്ടുവരുന്ന കോട്ടൺ കൾട്ടിവേഷന് പറയുന്ന പേരാണ് ലോങ് സ്റ്റാമ്പിൾ എന്ന് പറയുന്ന ടൈപ്പ് കോട്ടൺ എവിടെയാണ് കാണാൻ പറ്റുക? ഈജിപ്തിലാണ്. ഈ കോട്ടനെ പറ്റിയ മണ്ണ് എന്ന് പറയുന്നത് ബ്ലാക്ക് സോയിലാണ്. അതിനെയാണ് നമ്മൾ റെഗുലർ സോയിൽ എന്ന് പറയുന്നത്. ഈജിപ്തിൽ കണ്ടുവരുന്ന കോട്ടനാണ് ലോങ് സ്റ്റാമ്പുകൾ ടൈപ്പുള്ള കോട്ടനുകൾ. ഇനി ആണ് അലുവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സോയിലാണ് അലുവിയൽ സോയിൽ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ എന്ത് കുറവാണ്? നൈട്രജനും ഹുമ്മുസും കുറവാണ്. അലുവിയൽ സോയിൽ എന്ത് കുറവാണ്? നൈട്രജനും ഹുമ്മുസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഴുകുവാനുള്ളത്. ഓർഗാനിക്കലി അഴുകുന്നതിനാണ് ഹുമ്മുസ് എന്ന് പറയുന്നത്. അത് അഴുകിക്കാനുള്ള കഴിവ് അലുവിയൽ സോയിൽ കുറവാണ്. ഹ്യൂമുസ് decaying organic matter in soil. അതേപോലെ തന്നെ മൈക്രോ ഓർഗാനിസം ആൻഡ് ഓർഗാനിക്കൽ മാറ്റർ പ്രസന്റ് ഇൻ ദി സോയിൽ ഈസ് ഹുമ്മുസ് സോയിലാണ് മൈക്രോ ഓർഗാനിസംസും ഓർഗാനിക് മാറ്റേഴ്സിൻ്റെയും പ്രസൻസ് കാണാൻ പറ്റുന്നത്. ഇത് ഏത് കാലഘട്ടത്തിലാണ്? ക്ലൈമറ്റുമായിട്ട് ഇൻഫ്ലുവൻസ്. ഹുമ്മുസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത്? ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഇനി മാക്രോ ന്യൂട്രിയൻറ്റ് സോയിൽ കാണുന്ന മാക്രോ ന്യൂട്രിയൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെഗനീസം എന്ന് പറയുന്നത്. മാക്രോ ന്യൂട്രിയൻ എന്ന് പറയുന്നത് എന്താണ്? സോയിലിലെ മെഗനീസത്തിനെയാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്തതാണ് സാൻഡി സോയിൽ എന്തിനു കൊള്ളാം? കോട്ടണിന് സൂട്ടബിൾ ആണ്. അലുവിയൽ സോയിൽ കോട്ടണിന് സൂട്ടബിൾ ആണ്. സാൻഡി സോയിലും കോട്ടണിന് സൂട്ടബിൾ ആണ്. ഏറ്റവും കൂടുതൽ പ്രീ ലൊക്കേഷൻ റേറ്റ് ഓഫ് വാട്ടർ ഹയസ്റ്റ് എന്ന് വെച്ചാൽ വെള്ളം കടന്നു പോകാൻ ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള ഒരു സോയിലാണ് എന്ത് പറയുക? സാൻഡി സോയിൽ. അത് ഏറ്റവും കുറവുള്ളത് ഏതാണ്? കളിമണ്ണിനാണ്. പ്രിക്ലോഷൻ റേറ്റ് ഓഫ് വാട്ടർ ഹയസ്റ്റ് ഉള്ളത് സാൻഡി സോയിലും കുറവുള്ളത് ഏതിനാണ്? ക്ലേക്കുമാണ്. ഇനി നമുക്ക് കുറച്ച് വേർഡ്സ് പഠിക്കാം.
പൊഡോസോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഷ് ഗ്രേ കളർ സോയിലാണ്. ഹൈ ലാറ്റിറ്റ്യൂഡ് കൺഫോറർ ഫോറസ്റ്റ്. പെഡോൾസോൾ സോയിൽ എന്ന് പറഞ്ഞാൽ ആഷ് ഗ്രേ സോയിലാണ്. ഹയസ്റ്റ് ലാറ്റിറ്റ്യൂഡ് കൺഫോമർ സോയിലാണ്. അടുത്തത് ബ്രിക്സിന് പറ്റിയ സോയിൽ എന്ന് പറഞ്ഞത് ഏതാണ്? റെഡ് ആൻഡ് യെല്ലോ സോയിലാണ്. ബ്രിക്സിന് പറ്റിയത് റെഡ് ആൻഡ് യെല്ലോ സോയിലാണ്. ഇനി എഫ്രോസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസേർട്ട് റീജിയൻ ഓഫ് എറോഷൻ പ്രസൻറ്റഡ്. ഡെസേർട്ട് റീജിയനിലെ മണ്ണൊലിപ്പ് തടയുന്നതിനാണ് എഫ്രോഷനേഷൻ എന്ന് പറയുന്നത്. പ്രിവെന്റ് ദി സോയിൽ ഇറോഷൻ ആൻഡ് ദി പ്ലാന്റേഷൻ ഓഫ് ദി ട്രീ. ചെടികൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് മണ്ണൊലിപ്പ് തടയുന്നതിനാണ് എഫ്രോസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി മൊറൈൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു തരം എറോഷൻ തന്നെയാണ്. അത് എന്തിന് കാരണമാക്കുന്നു? ഗ്ലേസറിങ് കോസ്ഡ് ബൈ ഗ്ലേസറിന് കാരണമാക്കുന്നതാണ് മൊറൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഷെൽട്ടർ ബെൽറ്റ് എന്ന് പറയുന്നത് എന്താണ്? എറൈസ്ഡ് ഏരിയ എന്ന് പറഞ്ഞാൽ വരണ്ട പ്രദേശം. എറൈസ്ഡ് ഏരിയ എന്ന് പറഞ്ഞാൽ വരണ്ട പ്രദേശത്തിലെ സോയിൽ സോയിലിനെ സംരക്ഷിക്കുന്നതിനാണ് ഷെൽട്ടർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് എന്തിനു സഹായിക്കുന്നില്ല? നമ്മൾ ഇത്ര നാളും വിചാരിച്ച ഷിഫ്റ്റിംഗ് കൾച്ചർ നമ്മൾ എന്തിനു സഹായിക്കുന്നുണ്ടെന്നാ. പക്ഷേ ഷിഫ്റ്റിംഗ് കൾച്ചർ മണ്ണിൻ്റെ മോയ്സ്ചറൈസറും അതേപോലെ തന്നെ സോയിൽ ഫെർട്ടിലിറ്റി നിലനിർത്തുവാൻ സഹായിക്കുന്നില്ല. ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ദോസ് നോട്ട് ഹാവ് ടു സോയിൽ ഫെർട്ടിലൈസ്ഡ് ആൻഡ് മോയ്സ്ചർ. അടുത്തതാണ് ടെറസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പ് റീജിയനിലാണ് ടെറസ് ഫാം ചെയ്യുക. മൗണ്ടൈനിൽ മെയിൻ ആയിട്ടുള്ള ക്രോപ്പ് എന്ന് പറഞ്ഞത് സ്വീറ്റ് ജോവറാണ്. മൗണ്ടൻസ് ഹിൽസിലെ മെയിൻ ക്രോപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്വീറ്റ് ജോവറാണ്. ഇനി ടെറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പ് ഓഫ് എ ഹില്ല് സോയിൽ എറോഷൻ സോയിൽ എറോഷൻ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നതിനാണ് ടെറസ് ഫാമിംഗ് എന്ന് പറയുന്നത്. മൗണ്ടൻ ഒരു കട്ട് ചെയ്ത് ഒരു സ്റ്റെപ്പ് പോലെ ആക്കുന്നതാണ് ടെറസ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇനി എഡഫിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സോയിൽ ഫാക്ടേഴ്സിനെ അറിയപ്പെടുന്നതാണ് എപ്പഡഫിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്.